അങ്ങനെ നമ്മൾ കോട്ടിൻ്റെ ഫസ്റ്റ് ഡേക്ക് ഷോയ്ക്ക് പോവുകയാണ്. അപ്പോൾ പടം കണ്ടിട്ട് ബാക്കി എന്തെന്ന് പറയാം. അങ്ങനെ ഗോഡ് മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് മ്യൂസിക്ക് തുടങ്ങാം. യുവൻ്റെ മ്യൂസിക്, നമ്മൾ മ്യൂസിക് റിലീസ് ചെയ്ത ടൈം തൊട്ടേ മ്യൂസിക്കിന് അത്ര ഇമ്പാക്റ്റ് ഇല്ലാതെ കിടക്കുകയാണ്. അതേപോലെ തന്നെ മ്യൂസിക് ഇമ്പാക്റ്റിൽ ഒരു ബീജും അതിൽ ആകെ കൊള്ളുന്നത് മാറ്റം എന്ന് പറഞ്ഞൊരു സോങ് മാത്രമേ കൊള്ളാവൂ. ബാക്കിയുള്ള ഒരു സോങ്സ് എന്തിനാന്ന് തോന്നും. പിന്നെ ചിന്ന ചിന്ന ആ ഒരു സോങ് ആ ഒരു ബ്ലെൻഡായി പോകുന്നുണ്ട്. പടം മൊത്തത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാൻ സംഭവം ഒരു എബോ ആവറേജ് പടമുണ്ടേ, എബോ ആവറേജ് പടമാണ്. പിന്നെ ഇതിൽ നമുക്കിപ്പോൾ വിജയ് കുറേ പറഞ്ഞിരുന്നു, മോശമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു വിജയ് കൊള്ളായിരുന്നു. പക്ഷെ ഒരു കൊച്ചു വിജയ് ടൈലിൽ കാണിച്ചത്, അതായത് ഇപ്പോൾ ഉള്ള വിജയനെ കാട്ടി കുറച്ച് ചെറുപ്പമായിട്ട് കാണിച്ച വിജയ്, ആ ഒരു വിജയ് കൊള്ളുവരുന്ന ലിപ്സിങ് ഒന്നും വന്നില്ലായിരുന്നു ഫസ്റ്റ് ഒരു ഷോട്ടിൽ. പിന്നീട് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ജയറാമുണ്ട്, ഒരുപാട് പേരുണ്ട് പടത്തിൽ. അപ്പോൾ അതൊക്കെ അവരേതായിട്ട് റോള് നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ കുറേ റെഫറൻസിൻ്റെ ഏരിയകളാണ്. ഇതിൽ നമുക്ക് ഭയങ്കര കുറേ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഓരോ സീൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇൻ്റർവ്യൂവിൽ ആവാറായിരിക്കും പിന്നെ അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യലേ ഉള്ളൂ. പടം ഒരു പ്രെഡിക്റ്റബിൾ ടൈം ആണ് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ പടത്തിൻ്റെ ഓരോ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ യങ്ങായിട്ടുള്ള വിജയനെ സ്കോർ ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള വിജയക്കാട്ടി യങ്ങായിട്ടുള്ള വിജയനെ സ്കോർ ചെയ്തിരിക്കും. കാരണം ആ യങ്ങായിട്ടുള്ള വിജയുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതിൽ മറ്റ് ചില വിജയപടങ്ങളിൽ ക്ലൈമാക്സിൽ അവർ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ് ഇമോഷനാക്കി തിരിപ്പിച്ച് ആ ഒരു ഇതല്ല, അതിന് പകരം എന്താ പറഞ്ഞു ആ ഒരു ക്ലീശ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ എത്ര വിജയം ഉണ്ടെന്ന് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ മൊത്തം 4-5 വിജയൊക്കെ കാണിക്കുന്നുണ്ട്. 4 വിജയമല്ല, അത് എത്ര നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നത് എത്ര വിജയം ഉണ്ടെന്ന്. പിന്നെ ഇതിൽ വെങ്കട് പ്രഭു നമ്മൾ മാനാട് മൺകാത്തൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇത് അതേപോലെയാണെന്ന് പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ അതേപോലെ ഒന്നല്ല. പക്ക ഒരു ഫാൻ ബോയ്ക്ക് ഇരുന്ന് ഫസ്റ്റ് ഷോ കണ്ട് ആരംഭിക്കാനുള്ളതാണ്. ഒരു എല്ലാവരും മിക്സ് ഒരു അവീര് പെരുമുള്ള മൂവി. ലിയോ ഇതായിട്ട് കമ്പയർ ചെയ്യുന്ന പിള്ളേർ, കാരണം ലിയോ ഒക്കെ എന്താ ലെവലിൽ അന്ത ലെവലിൽ അത് പണി വെച്ചിരിക്കുക. അപ്പം ലിയോ ആയിട്ടൊരു കമ്പയർ ചെയ്യില്ല, കുറച്ചും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ പടത്തിൽ ഒരു 3 മണിക്കൂറാണ്. ഞാൻ രാവിലെ 7:30 ഷോ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്ക് ഒരു ഷോ ചെന്നപ്പോൾ ഒരു 11 മണിയാവാറായി. ആ ഒരു ടൈമാണ്. അപ്പം ഇതിൻ്റെ 3 മണിക്കൂർ ആ ഒരു ലെന്ത് എനിക്ക് ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല, അവിടെ ലാഗ് വന്നിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞു പോയി. ആ ഒരു ഷോട്ട് ഓരോ ഷോട്ട് കഴിയുന്നതോറും ആ ഒരു എൻഗേജ്മെൻറ്റ്സ് ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് സാധാരണ 3 മണിയിൽ പടങ്ങൾ ലാഗ് എവിടെയും വരും. ആ പാട്ടിൻ്റെ ടൈം മാത്രമാണ് ഞാൻ ഫോൺ നോക്കിയത്, അല്ലാത്ത ടൈമിൽ ഞാൻ ഫോൺ നോക്കിയിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൽ ഫസ്റ്റ് കാണിക്കണ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അയാളൊരു ആ ഒരു സംഭവം പോരായിരുന്നു. പിന്നീട്ട് നമുക്ക് പ്രഡിക്റ്റബിളാണ്. പിന്നെ എന്താണോ ഉള്ള കാര്യങ്ങൾ ഈ ഫൈറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലിയോയിൽ കണ്ട പോലെ ഫൈറ്റൊന്നും ഇല്ല. മൊത്തം ഒരു മറ്റേ ക്യാമറ ഇട്ടിട്ട് മൊത്തം കുലുക്കലാണ് പരിപാടി. അതെന്ന് എനിക്കറിയില്ല. പക്ഷെ പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു എബോ ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ഇടുക. എനിക്കറിഞ്ഞൂടാ, എൻ്റെ ഒപ്പീനിയൻ പറയുന്നത് ഈ ഒരു പടം എബോ ആവറേജിന് അസേ വിജയ് ഫാനിൻ്റെ എബോ ആവറേജാണ്. കാരണം ഈ പടത്തിന് ഒരു ഹൈപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വലിയ കഞ്ഞി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയപ്പോൾ കുറച്ച് അത്യാവശ്യം പിന്നെ ഒരു ഹൈപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അത്ര ഓവർ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയാണ്. എനിക്കെന്തായാലും ഒരു 1 ടൈം വാച്ചബിൾ ഓക്കെ പടം ആയിട്ട് തോന്നി. സോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ പോവുകയാണ്.